കോടതി പറഞ്ഞിട്ടും പക്ഷേ കുറുപ്പംപടി പോലീസിന് കേസില്ല. നമ്മുടെ വിനിത വിജിക്കെതിരെ കള്ളക്കേസെടുത്ത ആ കേസിലാണ് പോലീസിന്റെ നല്ല നഗ്നമായ ഇരട്ടത്താപ്പ്. അതുകൂടി ഒന്ന് കാണാം. കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ കുറുപ്പംപടി പോലീസ്. നവകേരള സദസ്സ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഈ പരാതിയിലാണ് കേസെടുക്കാത്ത ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടുന്നോ 10 ഫോൺ കോൾ എന്ന് കണ്ടപ്പോഴേക്കും ഈ പറഞ്ഞ ഗൂഢാലോചനയും അതിലേക്ക് നയിക്കുന്ന വധശ്രമവും ഒക്കെ ചുമത്താൻ കഴിയുന്ന പോലീസ് പക്ഷേ ഇതിനിടെ ഈ കോടതി പറഞ്ഞതിനോട് നൈസായിട്ട് കണ്ണൊക്കെ പൂട്ടി മിണ്ടാതെ ഇരിക്കട്ടെ. ഓടക്കാലിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം തോക്കുകൊണ്ട് മർദ്ദിച്ചതായി പ്രതികൾ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് കോടതി പരാതി എഴുതി വാങ്ങിയത്. ഈ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഉരുണ്ട് കളിക്കുന്നത്. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല 10 ദിവസങ്ങൾ ഇതുവരെ നമ്മൾ അത് തന്നെയല്ല എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് സിഐ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളി വിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഞങ്ങൾ മീഡിയാസിൽ പിന്നെ കണ്ടപ്പോൾ ഈ ഗൺമാൻ അല്ലെന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിഐ എടുത്ത് പറഞ്ഞപ്പോൾ സിഐ മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒരു അന്യായം ഫയൽ ചെയ്യാൻ തന്നെ പോവുകയാണ്. 27-ാം തീയതി അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം. പരാതിക്കാർ കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ കേസെടുക്കാമെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് കുറുപ്പംപടി സിഐ നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. സിഐക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പ്രശാന്തോട് ചോദിക്കുന്നുണ്ട്, പോലീസുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ അടി മൊത്തം കിട്ടിയവർക്ക് മരുന്നിനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഗുഡ് സർവീസ് സെൻ്റർ ആ സമയത്തൊക്കെ കിട്ടിയതാണ്. പലരുടെയും ഒരാളുടെ കാലൊക്കെ ഈ വണ്ടി കയറി ചതഞ്ഞരഞ്ഞ് ബോൾട്ടൊക്കെ ഇട്ട് 6 മാസം എടുക്കും അതിൻ്റെ കാല് എന്ന് പറഞ്ഞാൽ ആ പ്രതിഷേധക്കാരൻ ഈ ജീവിതകാലത്ത് ഒരിക്കൽ നേരെ നടക്കാൻ കഴിയില്ല എന്നൊരു ഉറപ്പാണ്. അങ്ങനെ അത്രത്തോളം വലിയ ഗുരുതര പരിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രതിഷേധക്കാർക്ക് കിട്ടിയ ഗുഡ് സർവീസ് എൻട്രി. അപ്പോൾ നവകേരള യാത്രക്കിടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധിക്കെതിരായ കേസിൽ പ്രതിഷേധം വ്യാപകം ശക്തം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി നേതൃത്വവും പോലീസിനെ ന്യായീകരിക്കുമ്പോഴും 24 പ്രതിനിധിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അനാവശ്യമായി കേസെടുക്കാനുള്ള പ്രവണത മുളയിലേ നുള്ളണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും 24-നെ പോലെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന, നിർഭയമായി പ്രവർത്തിക്കുന്ന, ജനമനസ്സുകളിലേക്ക് എത്രയും പെട്ടെന്ന് വാർത്തകളായി കടന്നു ചെല്ലുന്ന ഒരു ചാനലിനോടുള്ള സമീപനത്തിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം, ഭയാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതായി. കേസ് നിർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നായിരുന്നു മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിന്റെ പ്രതികരണം. കേസെടുത്ത് മാധ്യമപ്രവർത്തനത്തെ കൂച്ചുവിലടങ്ങുക, നിയന്ത്രിക്കുക എന്നത് അപ്രസക്തവുമായും അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് ഗവൺമെൻറ് വന്നാലും ഓരോ കാര്യങ്ങളും വരുമ്പോൾ അവർ വിമർശനം നടത്തും. ആ വിമർശനത്തിന് ശരിയായ രീതിയിൽ മറുപടി പറയുക, ക്ലിയറാക്കുക എന്നതിൻ്റെ അപ്പുറമായി ഇങ്ങനെ ഒരു നിലപാടിയെ പറ്റി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല. കേസെടുത്തതിന് പിന്നിൽ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒത്തുകളിയുണ്ടെന്ന് K അജിതയും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക എന്നത് ഭരണപക്ഷത്തിന്റെ ധർമ്മമാണെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും വ്യക്തമാക്കി. അവര് കാണുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ മേലൊരു ദുരാരോപണം ആരോപിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ റിപ്പോർട്ടറുടെ ഭാഗത്താണ്. ഇതിനിടെ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടായിരിക്കണം കേസെടുത്തതെന്നായിരുന്നു നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. 24, കൊച്ചി. അതിനിടയിൽ ആ CDR ചോർന്നതും പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ഈ കൊടിയ വകുപ്പുകൾക്കൊക്കെയുള്ള ആകെയുള്ള തെളിവെന്ന് പറയുന്ന ഈ പറഞ്ഞ ആന തെളിവ് ഈ പറയുന്ന CD ആണ്. 10-12 കോള് പ്രതിഷേധക്കാർ മാധ്യമപ്രവർത്തകരെ വിളിക്കുന്ന കോളാണ് ഈ പറഞ്ഞ ആന തെളിവ്. അത് ഈ പറയുന്ന മാധ്യമപ്രവർത്തകയുടെ നമ്പർ അടക്കം വെച്ചുകൊണ്ട് അത് ഫേസ്ബുക്കിൽ അടക്കം കേസ് അരുൺകുമാറൊക്കെ ആ CDR ഇടുന്നുണ്ടായിരുന്നു.
അതൊരു എന്താണ് കോടതിയിൽ ഉണ്ടാവേണ്ട രേഖയാണ്, പോലീസിൻ്റെ ഭാഗത്ത് മാത്രം ഉണ്ടാവേണ്ട രേഖയാണ്. അത് കോടതിയിൽ പബ്ലിക് ഡൊമൈൻ ആവുന്നത് അതിൻ്റെ കോടതിയിലെ പ്രൊസീജിയർ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അപേക്ഷ കൊടുത്തെടുക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതും ചോരുന്നത് എങ്ങനെയാണ്, ഇവർക്ക് മാത്രം ഇത് കിട്ടി, ഈ സൈബർ ലിഞ്ചിങ്ങിന് ഈ പറഞ്ഞ CDR ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും പോലീസിനെ പ്രതിരോധത്തിലാക്കും. എന്തായാലും വഴിയെ നോക്കാം. നമ്മൾ ഒരു വ്യവഹാര വഴിയിലാണ്. നമ്മുടെ വിനീത വിജിക്ക് കട്ട സപ്പോർട്ടുമായി നമ്മളെല്ലാവരും ഉണ്ട്. വ്യവഹാര വഴി നോക്കാം ഈ കേസ് ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് കാണാം. ഇവിടെ സോമൻ ചെട്ടിയാർ പറയുകയാണ്, നിശബ്ദ പ്രവർത്തനം നടത്തുന്ന ശബരിമല പോലീസിന് നൽകണം ഡബിൾ ഗുഡ് സർവീസ് എൻട്രി. ഞാൻ അതിനോട് 100% യോജിക്കുകയാണ്. അവിടുത്തെ പോലീസുകാർ ചെയ്യുന്നത് സ്തുത്യർഹമായ സേവനമാണ്. ഇത്ര വലിയ തിരക്കിനിടയിലും അവർ വലിയ ജോലി മിണ്ടാതെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ അടിച്ചൊതുക്കുന്നവർക്കല്ല, കൊടുക്കേണ്ടത് അവർക്കാണ് എന്ന സോമൻ ചെട്ടിയാർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചവിരുന്ന്. കേരള, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കാണ് ക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. ഡൽഹി സെക്രഡ് ഹാർട്ട് കത്തീഡ്രൽ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ സന്ദർശിച്ചു. അച്യുതൻ വിവരങ്ങൾ വെച്ചിരുന്നു. അച്യുതൻ, ക്രിസ്മസ് നയതന്ത്രം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നേരത്തെയും ഈ പള്ളിയിലാണോ പ്രധാനമന്ത്രി നേരിട്ട് വന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ നയതന്ത്രം എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിനം പുരോഗമിക്കുന്നത്? അച്യുതൻ. ഹാഷ്മി സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ കഴിഞ്ഞ ഈസ്റ്ററിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഇതേ ദേവാലയത്തിലാണ്, ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ BJPയുടെ അധ്യക്ഷൻ JP നദ്ദയും ഇന്ന് സന്ദർശനം നടത്തിയത്. 11:50 അദ്ദേഹം ദേവാലയത്തിലെത്തിയിരുന്നു. തുടർന്നൊരു 10 മിനിറ്റ് ആരാധനാലയത്തിനുള്ളിൽ അദ്ദേഹം ചെലവഴിക്കുകയും അതിനുശേഷം മേലധ്യക്ഷന്മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിൽ ലഘുഭക്ഷണമടക്കം അദ്ദേഹം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. മറ്റൊരു കാര്യം എന്നുള്ളത്, അദ്ദേഹം പ്രതികരിച്ചത് യേശു എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിന്ന ഒരാളാണ്. ആ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴും ഇതിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുന്നിലുണ്ട്. കാരണം ഈ മണിപ്പൂർ കലാപത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ക്രൈസ്തവ വിഭാഗത്തെ അവഗണിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങൾ അതിനോടകം ആരംഭിച്ചത്. നേരത്തെ കേരളത്തിൽ വന്നപ്പോഴും സഭാ മേലധ്യക്ഷന്മാരുമായി ഒരു കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. ഇന്ന് ഇതാ 12:30 പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു ഉച്ചവിരുന്നും ആരംഭിച്ചിട്ടുണ്ട്. പല കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പ് അനിൽ കൂട്ടോ, ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, ബിഷപ്പ് സോൾ സ്വരൂപ്, ജോയ് ആലുക്കാസ്, പോൾ മുത്തൂറ്റ്, അഞ്ചു ബേബി ജോർജ്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രമുഖർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സൽക്കാര വിരുന്നും ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് പുരോഗമിക്കുകയാണ്. എന്തായാലും ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമം തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഹാഷ്മി. അച്യുതനാണ് അവിടെ നിന്ന് ഡൽഹിയിലെ ദേവാലയം സന്ദർശിക്കുന്ന JP നഡ്ഡ. നമ്മൾ ക്രിസ്മസ് നയതന്ത്രം അല്ലെങ്കിൽ ക്രൈസ്തവരെ അടുപ്പിക്കുന്നതിനുള്ള നയതന്ത്രം കേരളത്തിലടക്കം കാണുന്നതാണ്. അതിൻ്റെ തുടർച്ച ഡൽഹിയിൽ കാണുന്നുമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു മനു കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മനു കൃഷ്ണൻ? കോമ്രേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ, സൈബർ ആക്രമണം തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. മനു കോമ്രേഡ് ആണോ എന്നറിയില്ല. എന്തായാലും കോമ്രേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ CPM ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം. എന്ന അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റയാൻ നൌഷാദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലൊക്കെ ഇപ്പോൾ CPM ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒഫീഷ്യൽ അവിടുത്തെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർക്ക് പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. റയാൻ നൌഷാദ് ഇടുന്നുണ്ട്. അതുമാത്രമല്ല പോരാളി ഷാജി എന്ന് പറയുന്ന ഇവരുടെ CPM സൈബർ പോരാളികളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പോഴും കോൾ വരികയാണ് കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മണിക്ക് വാർത്ത തുടങ്ങി, ഇത്ര സമയം അതിനിടയ്ക്ക് 10 കോളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പോരാളി ഷാജി എന്ന് പറയുന്ന ഓക്കെ, പോരാളി ഷാജി, അതിനകത്ത് സാജിദ് കഞ്ചിരാപ്പുല്ലൻ കൊണ്ടോട്ടി എന്നൊരു കക്ഷി എന്ന് പറഞ്ഞാൽ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ ഈ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവരുണ്ട്, ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഫോൺ എന്ന് പറഞ്ഞാൽ പോരാളി ഷാജിയൊക്കെ അവർക്ക് ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. വിളി പൂരം തെറിവിളി പരത്തെറിവിളി ഒക്കെ തുടരുന്നുണ്ട്. അതങ്ങനെ തുടരട്ടെ, നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം തെറിയല്ലാതെ സംസാരിക്കാനാണ് നമ്മൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കും, ആര് വിളിച്ചാലും അവരോട് സംസാരിക്കും. തെറിയല്ലാതെ സംസാരിക്കാനാണെങ്കിൽ നവസഖാക്കളാണെങ്കിൽ ജസ്റ്റ് സംസാരിക്കാനാണ് ഹാഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം സംസാരിക്കാം. തെറിയാണെന്നുണ്ടെങ്കിലും തെറി വിളിച്ച് മതിയാവോളം തെറി വിളിച്ച് എന്തും ചെയ്ത് അത് പൂർത്തിയായിക്കൂടുക, അതങ്ങ് നടക്കട്ടെ. അത് മാത്രമല്ല, ഒരു ഡോക്ടർ വ്യാജ് കുമാർ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ടല്ലോ, ഡോക്ടർ വ്യാജകുമാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയ
നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പൊക്കെ അടിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ BJPക്കെതിരെ, കോൺഗ്രസിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഇതുപോലെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ഇപ്പോൾ ഗവർണർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ സന്ദീപ് വാര്യരുമായിട്ടും എസ് സുരേഷുമായിട്ടൊക്കെ നേർക്കുനേർ കടുത്ത പോരാട്ടം, വാക്പോര് നടക്കുമ്പോൾ പോലും നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പ ഈ BJPയോ കോൺഗ്രസോ തന്നിട്ടില്ല. നവസഖാക്കൾ എന്തായാലും അത് തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട നവസഖാക്കളെ, ഞാൻ അവരെ നമ്മുടെ പഴയ സഖാക്കൾ എന്ന് വിളിക്കാം, നവസഖാക്കളെ, നിങ്ങളുടെ ഈ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പകുത്ത്, നിങ്ങളുടെ ഈ സൈബർ ലിഞ്ചിങ്, നിങ്ങളുടെ ഈ ഫോണിൽ വിളിച്ചുള്ള പരത്തെറിവിളി, പുഴുത്ത തെറിവിളി ഒക്കെ അങ്ങനെ സജീവമായി, വളരെ സജീവമായി അങ്ങനെ തുടർന്നോളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ പണിയുമായി പോകും, ഞാൻ എൻ്റെ പണിയോട് പോകാൻ അറിയാം. പിന്നെ അതിനിടയ്ക്ക് കോമ്രേഡ്സ് PJ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ കയറി വെട്ടും എന്നാണ്. അങ്ങനെ വെട്ടാനും കൊല്ലാനും ഒക്കെ വന്ന വാന്നി നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കൂ, ഞാൻ എൻ്റെ പണിയെടുത്തോളാം. അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. രാധാകൃഷ്ണൻ ചേരുകയുണ്ട്. RK, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ക്രിസ്മസ് വിരുന്ന് തുടങ്ങിയോ? തുടങ്ങി ഹാഷ്മി. 2 ബസ്സുകളിലായി എത്തിയ അതിഥികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇതിനകം പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന്, ആദ്യത്തെ ക്രിസ്മസ് ദിനത്തിലെ ക്രിസ്മസ് വിരുന്നാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ വിരുന്നിന്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ വിരുന്നിന് ഏറെ പ്രാധാന്യവും ഉണ്ട്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് അടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നയം. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വിവിധ വിഷയങ്ങളിൽ ഏറ്റവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒന്നാണ് മണിപ്പൂരിലടക്കം ഉണ്ടായ സംഭവങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വലിയ രീതിയിൽ എതിരാക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന വിമർശനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. കായിക താരങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ളവരും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ വിരുന്നിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വളരെ വലിയ പ്രാധാന്യം രാഷ്ട്രീയമായിട്ട് ഇതിന് കൽപ്പിക്കാം. പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശത്തിലും സമാധാനത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ പ്രാധാന്യം രാഷ്ട്രീയമായിട്ട് ഉണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മതമേലധ്യക്ഷന്മാരെയാണ് അദ്ദേഹം ഇന്ന് വിരുന്നിനായിട്ട് ക്ഷണിച്ചിരുന്നത്. ഹാഷ്മി, അപ്പോൾ ലോകം അങ്ങനെ പ്രത്യാശയോടെ, ഈ പറയുന്ന വെറുപ്പുകളുടെ കൂട്ടത്തിനിടയിലും ലോകം അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രത്യാശയുടെ വലിയ സന്ദേശത്തിന് നടുവിലാണ്. ക്രിസ്മസ് ആഘോഷം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമായി ഇന്ന് ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോഴും ബത്ലഹേമിൽ ഇക്കുറി കറുത്ത ക്രിസ്മസാണ്. വിശ്വാസികളെ കൊണ്ടും സഞ്ചാരികളെ കൊണ്ടും നിറഞ്ഞിരിക്കേണ്ട ബത്ലഹേം വിജനമാണ്. അവിടെ ക്രിസ്മസ് ട്രീകളില്ല, സമ്മാന പൊതികളില്ല, കരോൾ ഗാനങ്ങളില്ല, വിരുന്നുകളില്ല, ആളില്ല, ആരവുമില്ല. എങ്ങും പലസ്തീനായുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. യേശു ജനിച്ച മണ്ണിൽ തന്നെ യേശുവിൻ്റെ സമാധാന സന്ദേശം മുങ്ങി മരിക്കുകയാണ് എന്ന് പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള ബത്ലഹേം ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പുൽക്കൂട് ചത്തുരത്തിൽ പതിവ് ക്രിസ്മസ് ട്രീ ഒരുക്കിയില്ല. ക്രിസ്മസിന്റെ തലേ ദിവസം നടക്കാറുള്ള തിരുപ്പിറവി ആഘോഷങ്ങളും ഒഴിവാക്കി. ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദു ചെയ്തത് ഇവിടുത്തെ ടൂറിസത്തെയും പ്രതികൂലമായി ബാധിച്ചു. ബത്ലഹേമിന്റെ വരുമാനത്തിന്റെ 70% വിനോദസഞ്ചാരത്തിൽ നിന്നാണ്. ആഘോഷങ്ങൾ റദ്ദാക്കിയത് നഗരത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിറിയയും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി. ദുബായിലും അബുദാബിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. ക്രിസ്മസ് വിപുലമായി ആഘോഷിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകൾ. റിസർച്ച് ഡെസ്ക് 24. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ നേരത്തെയും അത്തരത്തിൽ മനുഷ്യപക്ഷ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന മനുഷ്യനാണ്. അത് നമ്മൾ പല വിഷയങ്ങളിലൊക്കെ ഈ മാർപ്പാപ്പ എടുക്കുന്ന മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് കാണുന്നുണ്ട്. മാർപ്പാപ്പ പറയുകയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഈ ബത്ലഹേം എന്ന് പറയുന്നതാണല്ലോ തിരുപ്പിറവിയുടെ സ്ഥലം. അതിനടുത്ത് മനുഷ്യന്മാരുടെ കൂട്ടക്കുരു നടക്കുകയാണ്. അപ്പോൾ ഗസൻ കുരുതിയിൽ വേദനിച്ച് മാർപ്പാപ്പ പറയുന്നു അവിടെ ക്രിസ്മസ് യഥാർത്ഥ ക്രിസ്മസ് സന്ദേശം ക്രിസ്തു പിറന്ന ആ മണ്ണിൽ തന്നെ മുങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ സ്നേഹം തോന്നുന്ന ആശയവിനിമയങ്ങൾ നടത്തുന്ന ആളാണ്. എന്നെങ്കിലും എക്കാലത്തെങ്കിലും കാണുകയാണെങ്കിൽ ആ മാർപ്പാപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിമോഹമായിരിക്കും. അടുത്തൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രാക്ടിക്കലാവില്ലെങ്കിലും ആഗ്രഹിക്കാമല്ലോ അല്ലേ. തിരുപ്പിറവി നിറവിലും കേരളം അങ്ങനെ നിൽക്കുകയാണ്. പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളുമായി തുടങ്ങിയ ദിനം നേരം പുലർന്നപ്പോൾ ആഘോഷങ്ങളുടേതായി സമ്മാനങ്ങൾ കൈമാറിയും മധുരം പങ്കിട്ടും ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് വിശ്വാസികൾ.
തിരുവനന്തപുരത്ത് ക്രൈസ്തവ ദേവാലയങ്ങളിലെ പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ക്ലിമിസ് ബാവയും പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകി. ദൈവം മനുഷ്യനായി പൂജാതനായ മഹാരഹസ്യം ധ്യാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്തവരാണ് നാം. നമ്മോട് ചേർന്ന് ലോകം മുഴുവനും പ്രതീക്ഷയുടെ പുലിയിലേക്ക് ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ഇന്ന് പ്രവേശിക്കുകയാണ്. വിവാദങ്ങൾക്കിടയിൽ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരക്കൽ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തായിരുന്നു മുഖ്യ കാർമ്മികൻ. എറണാകുളം സെന്റ് ഫ്രാൻസിസി അസീസി പള്ളിയിൽ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പാതിരാ കുർബാന അർപ്പിച്ചു. താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ നേതൃത്വം നൽകി. ദേവമാതാ കത്തീഡ്രലിൽ രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ കുർബാന അർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഡീൻ കുര്യാക്കോസ് എം പി പറയുന്നു, ഹാഷ്മിക്കും കുടുംബത്തിനും 24 കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു എം പി, താങ്ക് യു. അപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പിക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഈ സ്നേഹത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ സ്നേഹ സന്ദേശം ടീം 24 അറിയിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക കുർബാന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയായി. പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ പരോക്ഷമായി വിമർശിച്ചു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കർദിനാൾ ക്ലിമ്മീസ് ബാവ ക്രിസ്മസ് സന്ദേശം നൽകിയത്. രാജ്യത്ത് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം തടയണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷനും ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്നായിരുന്നു ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ വിമർശനം. എല്ലാ വിഭാഗം ആളുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആശ്ലേഷിക്കുന്ന സകലർക്കും വേണ്ടി പൂജാതനാകുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യനായി രൂപം പ്രാപിക്കുന്ന ചിത്രമാണ് പുൽക്കൂട്ടിൽ നമ്മൾ കാണുന്നത്. എല്ലാവരെയും ആശ്ലേഷിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ മാറ്റി നിർത്തുന്ന പ്രവണത രാജ്യത്ത് കൂടുന്നു. പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാനയിൽ ശശി തരൂർ എം പി, BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്ത് ഏതെങ്കിലും ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ 24 പറഞ്ഞു. ഗാസയിലെ ആക്രമണവും ഇസ്രായേലിൻ്റെയും പലസ്തീൻകാരുടെയും അവിടെയുള്ളതായ മത്സരവുമാണ് എന്നെനിക്കറിയാം. നിശ്ചയമായിട്ടും കലാപം ഒന്നിനും പരിഹാരമല്ല. ഗസയിൽ നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുവെന്നും ലോകത്തെ യുദ്ധങ്ങൾ അവസാനിക്കണമെന്നും കർദിനാൾ ക്ലിമ്മീസ് ബാവ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഒരു നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ച കീവിലെ ജനങ്ങൾ. റഷ്യയുള്ള പ്രതിഷേധത്തിന്റെ സൂചനയാണ് ഇത്തവണ ക്രിസ്മസ് ഡിസംബറിൽ ആഘോഷിക്കുന്നത്. റഷ്യയ്ക്കൊപ്പം ജനുവരി 7 സാധാരണ ക്രിസ്മസ് ആഘോഷം. ജൂലിയൻ കലണ്ടർ പ്രകാരം ജനുവരി 7 റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം. യുക്രൈനിലും സമാനമായിരുന്നു ആഘോഷങ്ങൾ. യുദ്ധം കടുത്തതോടെ റഷ്യയോടുള്ള പ്രതിഷേധ സൂചകമായി മറ്റ് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ യുക്രൈനും തീരുമാനമെടുക്കുകയായിരുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ക്രിസ്മസ് ആഘോഷം. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ആദ്യമായി തീയതി മാറ്റവുമായി ബന്ധപ്പെട്ട നിയമം യുക്രൈൻ പാസാക്കിയത്. റഷ്യ അധിനിവേശം തുടങ്ങിയതു മുതൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തെരുവുകളുടെ പേരുകളും ചരിത്ര സ്മാരകങ്ങളും ഉൾപ്പെടെ റഷ്യൻ പൈതൃകങ്ങൾ ഒന്നൊന്നായി തുടച്ചു നീക്കുകയാണ് യുക്രൈൻ ഭരണകൂടം. ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷം
സുപ്രധാനമായ ചുവടുവയ്പായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെയും ഹൃദയം നിറഞ്ഞ ഈ തിരുപ്പിറവി ദിനാശംസകൾ നേരുകയുമാണ്. രമേശ് ടി ആർ പറയുന്നു, പ്രിയപ്പെട്ട ആഷ്മി, താങ്കളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. താങ്കളെ ഫോൺ ചെയ്ത് തെറി വിളിക്കുന്നത് മുഴുവൻ സഖാക്കളാണെന്ന് ധരിക്കരുത്. അവരുടെ മേൽ കുറ്റമേൽപ്പിക്കാൻ മറ്റുള്ള ചിലരും വിളിക്കുന്നുണ്ടാകും. എന്തായാലും സഖാവ് എന്ന വാക്കിൻ്റെ എന്താണ് അതിൻ്റെ എസൻസ്, അതിൻ്റെ സോൾ തരിമ്പെങ്കിലും അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ തെറി വിളിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് സഖാക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന പോരാളി ഷാജിക്കകത്ത് നമ്മളെ എന്തോ ചെയ്യണം, അല്ലെങ്കിൽ എന്തോ വിളിച്ച് അഭിവാദ്യം അർപ്പിക്കണമെന്ന ആ മഹാന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇത്രയധികം കോളുകൾ വരുന്നത്, തെരുവുകൾ വരുന്നത്. ആരും വിളിച്ചോട്ടെ, ധൈര്യമായിട്ട് വിളിക്കുക. ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ എന്തായാലും കേസിനോ സൈബറിലോട്ടൊന്നും പോകണം, ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് വിളിക്കുക, മനസ്സ് നിറഞ്ഞ് തെറി വിളിച്ച് മതിയാവോളം വിളിക്കുക. ഇവിടെ ഫോൺ ഓഫാക്കുന്നുമില്ല. എൻ്റെ നമ്പർ ആ നമ്പർ തന്നെയാണ്. അത് ഈ നമ്പർ മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. ക്രിസ്മസ് ദിനത്തിൽ പതിവ് പോലെ റെക്കോർഡിട്ടു മലയാളി. സംസ്ഥാനത്ത് ക്രിസ്മസിനും റെക്കോർഡ് മദ്യവിൽപ്പനയാണ്. 3 ദിവസം കൊണ്ട് ബെഫ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം 154.77 കോടിയുടെ മദ്യം വിറ്റു. ചാലക്കുടി ഔട്ട്ലെറ്റാണ് മദ്യവിൽപ്പനയിൽ 1ാം സ്ഥാനത്ത്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ 3 ദിവസം കൊണ്ട് ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിറ്റുപോയത് 154.77 കോടിയുടെ മദ്യം. ഇന്നലെ മാത്രം 70.73 കോടിയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം 69.55 കോടിയായിരുന്നു ഇതേ ദിവസത്തെ കണക്ക്. ഈ മാസം 22, 23 തീയതികളിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ചാലക്കുടി ഔട്ട്ലെറ്റിലാണ്. 63.85 ലക്ഷം രൂപയുടെ വിൽപ്പന. ചങ്ങനാശ്ശേരി ബെഫ്കോ ഔട്ട്ലെറ്റാണ് 2ാം സ്ഥാനത്ത്. ഇവിടെ 62.87 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. 3ാം സ്ഥാനത്തുള്ള ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ 62.31 കോടി രൂപയുടെ വിൽപ്പനയും നടന്നു. 24 തിരുവനന്തപുരം. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ SFI നേതാക്കളുടെ മർദ്ദനമേറ്റെന്ന പരാതി നൽകി വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ വിവാദം അവസാനിക്കുന്നില്ല. പോലീസ് നടപടിക്കെതിരെ പരാതിക്കാരിയായ നിള എസ് പണിക്കർ ഹൈക്കോടതിയെ സമീപിക്കും. കോളേജിലുണ്ടായത് വാക്കുതർക്കം മാത്രമാണെന്നും മറ്റു പരാതികളെല്ലാം വ്യാജമാണെന്നും പ്രതിയായ ജീസസ് ജോസഫ് അവകാശപ്പെടുന്നു. വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. പിന്നെ CAയുടെ ഭാഗത്തെ പെരുമാറ്റം ഒന്നും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ബിഹേവ് ചെയ്തത് ഞങ്ങളോട് FIR വാങ്ങിക്കാൻ ചെന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കി തരണം എന്നുള്ള ഇതിലല്ല, അതിന്റെ മുകളിലോട്ടുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം മൂവ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റാരെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും തന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസെടുത്തതെന്നും നിള എസ് പണിക്കർ 24നോട് പറഞ്ഞു. കോളേജിലുണ്ടായ വാക്കേറ്റത്തിന്റെയും കയ്യാങ്കളിയുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആരെയും മർദ്ദിച്ചില്ലെന്നും ഇപ്പോൾ ഉയർന്നുവരുന്നത് വ്യാജ പരാതിയാണെന്നും DYFI ബ്ലോക്ക് സെക്രട്ടറിയും കോളേജിലെ വിദ്യാർത്ഥിയുമായ ജെയ്സൺ ജോസഫ് പറഞ്ഞു. പറയുന്ന നിള എസ് പണിക്കർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളെയൊക്കെ ഈ കേസൊക്കെ കൊടുത്ത് കൂട്ടിക്കളയും എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു ഭീഷണിയാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ ജഗത് എന്ന് പറഞ്ഞ പയ്യൻ ഒരു മോശപ്പെട്ട നിലയിൽ ഒരു അംഗ്യം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഞാനൊന്ന് മുൻപോട്ടൊന്നായിരുന്നത്. അപ്പൊ തന്നെ വിദ്യാർത്ഥികളെല്ലാം കൂടി പിടിച്ചു മാറ്റുകയും നമ്മളെല്ലാവരും പ്രിൻസിപ്പാളിനോട് നമ്മുടെ പരാതി പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. SFI നേതാക്കൾക്കെതിരെ പരാതി നൽകിയ നിള എസ് പണിക്കർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരമുള്ള പരാതിയിലും കേസെടുത്തിരുന്നു. 24 പത്തനംതിട്ട. പരാതി നൽകിയ ആൾക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്നുള്ളതാണ് അവിടെ പരാതി. ഇവിടെ ജീസസ് ജോസഫ് എന്നാണ് പ്രതിയുടെ പേര്. അപ്പോൾ എൻ്റെ പൊന്നി ഏട്ടാ, ആ പേരിൻ്റെ ഗുണമേലും ഒന്ന് കാണിക്കും, അതേലൊന്ന് ആലോചിക്കും. പോട്ടെ, അധികം പറയുന്നില്ല. സുനിൽ പറയുന്നു, എൻ്റെ ഹാഷ്മി, എൻ്റെ മോൾ നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നത് കേൾക്കാൻ RDX സിനിമ പോലും കാണാതെ കാത്തിരിക്കുകയാണ്. റിമോട്ട് പോലും തരാതെ. എൻ്റെ ആമിക്കൊരു ഹായ് പറയാമോ? ഹായ് ആമിക്കുഞ്ഞ്, ഹായ്. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് ആമി. ചികിത്സ തേടാനെത്തിയ കുഞ്ഞിനോട് ക്രൂരത. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുട്ടിയെ 52കാരൻ കടന്നുപിടിച്ചു. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നു രാവിലെ 10:30 സംഭവം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കണ്ണിന് ചികിത്സ തേടിയെത്തിയ കുട്ടിയാണ് ആക്രമണത്തിനിരയായത്. കണ്ണിൽ മരുന്നൊഴിച്ചിരിക്കവേ 52കാരൻ കടന്നുപിടിക്കുകയായിരുന്നു.
കുട്ടി ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ആശുപത്രിയിലുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഉദിയൻകുളങ്ങര സ്വദേശി സതീഷാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 24 തിരുവനന്തപുരം. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരും എന്താണ് ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് ആരും പറയുന്നില്ല. പെട്ടെന്ന് പറയണം എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയുക. എന്താണ് ഇവിടുത്തെ ക്യാൻറ്റീനിലെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, കഴിഞ്ഞ് പോയി നോക്കിയാൽ എന്തായാലും അറിയുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിരിയാണിയാണ് അവിടെ പ്രൊഡക്ഷൻ കുട്ടിശ്രീ പറയുന്നത്. ബിരിയാണി ആയിരിക്കും, ഗംഭീര ബിരിയാണി. സാനി കേസ് പറയുകയാണ്, ശബരിമലയിൽ സ്ഥിതി രൂക്ഷമാണ്, പലരും വഴിയിൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു, ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നെ രാവിലെ ഒരാൾ ഫോൺ വിളിച്ചിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ലാൻസ് മത്തായി എന്ന് പറയുന്ന ഒരാളെ വിളിച്ചത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അത് ഏതോ ഒരു 2 സ്ഥലങ്ങൾ പറഞ്ഞു, ഇനി പെട്ടെന്ന് ഓർക്കുന്നില്ല, വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായിപ്പോൾ വീണ്ടും എന്താണ് പഴയ തിരക്കിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. സൂക്ഷിക്കണം. സന്നിധാനത്തെത്താൻ കഠിന യാത്ര. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടയുന്നത് തീർത്ഥാടകരുടെ പ്രതിഷേധത്തിന് കാരണമായി. ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. സന്നിധാനത്തെ തിരക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടത്താവളങ്ങളിൽ നിയന്ത്രണം കടുപ്പിച്ചത്. പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും മണിക്കൂറുകൾ പിടിച്ചിട്ട ശേഷമാണ് വാഹനങ്ങൾ വിടുന്നത്. കോട്ടയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. ദർശനം നടത്തി തീർത്ഥാടകർ മലയിറങ്ങുന്നതനുസരിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു എന്നാരോപിച്ച് തീർത്ഥാടകർ പ്രതിഷേധിച്ചു. രാവിലെ മുതൽ അവർക്ക് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. കടകൾ കുറവാണ്. ഉള്ള കട ಪಚ್ಚಕರಿ ಕಡೆ ഒരു പഴം പോലും കിട്ടാനില്ലാത്ത ಅವಸ್ಥೆയിലാണ്. ನಮ್ಮಳೆ ನಿನ್ನೆ 3 ಗಂಟೆಗೆ ನಾವು ಬಂದಿರೋದು ಎರಿಮಲೆಗೆ. ಬೆಳಗಿನ ಜಾವ 3 ಗಂಟೆಗೆ ಇದುವರೆಗೂ ಕೂಡ ಟ್ರಾಫಿಕ್ ಕ್ಲಿಯರ್ ಆಗಿಲ್ಲ. രക്ഷയില്ല. ഇത് എന്താ ബ്ലോക്ക് എന്ന് മനസ്സിലാവില്ല. എനിക്കൊന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് വിടണമെന്നാണ്. 10 മണിലിருந்து കുഴഞ്ഞിൽ വെച്ചിരിക്കണം. ബാത്റൂം പോകാൻ വസതി ഇല്ല, കുടിക്ക വസതി ഇല്ല, കുളിക്ക വസതി ഇല്ല. പൊൻകുന്നം പാലാ റോഡിൽ 100 കണക്കിന് വാഹനങ്ങൾ തടഞ്ഞതോടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഇടത്താവളത്തിലും കടപ്പാട്ടൂരും തീർത്ഥാടകർ പ്രതിഷേധിച്ചു. നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന തമിഴ്നാട് കരൂർ സ്വദേശികളുടെ വാഹനം മറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 13 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. 24 സന്നിധാനം. അപ്പോൾ വലിയ തിരക്കാണ് നമ്മൾ കണ്ടതാണ്. ഈ മണ്ഡലകാലത്ത് സമാനതകൾ ഇല്ലാത്ത വലിയ തിരക്ക് കണ്ടു. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ഇന്ത്യ ഫൈനൽ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ ആ ദിവസം മാത്രമാണെന്ന് തോന്നുന്നു. ആ സമയങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും തിരക്ക് കുറവുണ്ടായി. അതിനുശേഷം വലിയ തിരക്ക്, വലിയ പ്രതിഷേധം, അതിൽ ഇടപെടൽ നിയന്ത്രണമൊക്കെ ഉണ്ടായി. കാര്യങ്ങൾ സ്മൂത്തായി പോവുകയായിരുന്നു. വീണ്ടും പഴയപടിയിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കട്ടെ. വലിയ തീർത്ഥാടക തിരക്ക്. 18-ാം പടി ചവിട്ടുന്നവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1,969,000 പേർ ദർശനം നടത്തി. ഇന്ന് ഉച്ചവരെ 50,000 പേർ എത്തി. തീർത്ഥാടകരുടെ നീണ്ട നിര സന്നിധാനത്ത് നിന്നും തുടങ്ങി അപ്പാച്ചിമേടും പിന്നിട്ട് നീലിമല വരെ എത്തി. ക്രിസ്തുമസ് അവധിയും മണ്ഡലപൂജയുടെ ഭാഗമായി നാളെയും മറ്റന്നാളും നിയന്ത്രണം ഏർപ്പെടുത്തിയതും തിരക്കിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. തങ്കയങ്കി ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മറ്റന്നാൾ നെയ്യഭിഷേകത്തിന്റെ സമയവും ക്രമീകരിച്ചു. തിരക്ക് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ പോലീസ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇത് സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമായി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നുണ്ട്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നേരത്തെ പോലെ നിയന്ത്രണാതീതമായ തിരക്കിലേക്ക്, സമാനതകളില്ലാത്ത വലിയ കഷ്ടപ്പാടിലേക്ക്, ദുരിതങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളുടെ അടക്കം നീണ്ട ക്യൂ നിൽക്കലിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കട്ടെ. പെട്ടെന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയട്ടെ. ശാന്തവും സമാധാനപൂർണ്ണമായ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയുമാണ്. സുനിൽ ദത്ത് പറയുകയാണ്, മദ്യത്തിന് വില കൂടി ആർക്കും ആക്ഷേപമില്ല, പരാതിയുമില്ല, സബ്സിഡി ആവശ്യമില്ല, അല്ലേ ആഷ്മി എന്ന് ചോദിക്കണം. അപ്പോൾ സുനിൽ ദത്തിനെ പോലെയുള്ളവരുടെ വിഷമം കൂടി, സങ്കടം കൂടി കേൾക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖജനാവിലേക്ക് വരുന്ന വരുമാനം ചില്ലറയാണോ? അപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങൾ കൂടി കേൾക്കാൻ ബാധ്യസ്ഥമാണ് ആ വരുമാനം എടുക്കുന്നവർ. കൂടിക്കാഴ്ചയ്ക്കുള്ള രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന്റെ ക്ഷണം വീണ്ടും നിരസിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ. ഡൽഹിക്ക് പുറത്തായതുകൊണ്ട് കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ കഴിയില്ലെന്നാണ് വിശദീകരണം. കൂടിയാലോചനകളില്ലാതെ ബില്ലുകൾ പാസാക്കിയതിലെ അതൃപ്തിയും ഖാർഗെ രാജ്യസഭാ അധ്യക്ഷനെ അറിയിച്ചു. 2ാം തവണയാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിന്റെ ക്ഷണം മല്ലികാർജ്ജുൻ ഖർഗെ നിരസിക്കുന്നത്. ചെയർമാൻ സഭയുടെ സംരക്ഷകനും പാർലമെന്ററി അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനുമാണെന്ന് മറുപടി കത്തിൽ ഖർഗെ ചൂണ്ടിക്കാട്ടി. ചർച്ചയില്ലാതെ ബില്ലുകൾ പാസാക്കിയത് ചരിത്രത്തിലെ തെറ്റായ തീരുമാനമാണെന്നതും അത് പ്രതിപക്ഷത്തെ വേദനിപ്പിച്ചെന്നും ഖർഗെ വ്യക്തമാക്കി. ഇന്ന് 4 മണിക്കായിരുന്നു ചർച്ചയ്ക്കുള്ള ക്ഷണം.
പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരുന്നു. സഭ തടസ്സപ്പെടുത്തിയത് ആസൂത്രിതവും തന്ത്രപരവുമാണെന്നായിരുന്നു പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയുള്ള ഉപരാഷ്ട്രപതിയുടെ വിമർശനം. കൂട്ട സസ്പെൻഷനിൽ TMC MP കല്യാൺ ബാനർജി രാജ്യസഭാ അധ്യക്ഷനെ അനുകരിച്ചതിൽ കടുത്ത വിമർശനമാണ് ജഗദീപ് ധൻഖർ അറിയിച്ചത്. 24 ഡൽഹി. ഷാജി പൊയ്കൽ പറയുകയാണ്, ഹാഷ്മി ഞങ്ങളുടെ ക്രിസ്മസ് കരിങ്ങാലിപ്പുഞ്ചയിലാണ്, ഇവിടെയാണ് വർക്ക്. ചോറും ചമ്മന്തിയും അജിയണ്ണം ബീഫ് കൊണ്ടുവന്നു, കുട്ടൻ ചിക്കൻ കൊണ്ടുവന്നു, അങ്ങനെ 2 തട്ടിയിട്ടിരിക്കുന്നു ഹാഷ്മി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആഘോഷ ദിനത്തിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. സൗദിയിൽ നിന്ന് പ്രേക്ഷകൻ പറയുന്നു, റൊട്ടി കടല കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നു, പ്രവാസി ഫ്രം മദീന സൗദി. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ പറയുന്ന ആഘോഷ ദിവസവും മനസ്സിൽ സന്തോഷം സൂക്ഷിച്ചുകൊണ്ട് എന്നാൽ അവധി എടുത്ത് വീട്ടിലിരിക്കാൻ കഴിയാത്ത ജോലി എടുക്കുന്ന ഈ അടിസ്ഥാനവർഗം ആയ മനുഷ്യർക്ക്, പ്രിയപ്പെട്ട പ്രവാസികൾക്കൊക്കെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയുമാണ്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായ രജൌരി, പൂഞ്ച് മേഖലകൾ കരസേനാ മേധാവിമാർ സന്ദർശിക്കുകയാണ്. മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ 5ാം നാളും തുടരുന്നു. സൈനികർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈനിക മേധാവി മനോജ് പാണ്ഡെയുടെ ജമ്മു സന്ദർശനം. 5 സൈനികർ വീരമൃത്യു വരിച്ച പൂഞ്ചിലെ സ്ഥിതി സൈനിക മേധാവി വിലയിരുത്തും. ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാനാണ് സൈന്യത്തിന്റെ നീക്കം. മേഖലയിൽ 5 ദിവസമായി ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വനമേഖലയിൽ ഭീകരരുണ്ടെന്ന നിഗമനത്തിലാണ് സൈന്യം. അതിനിടെ 3 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവവും സൈന്യം അന്വേഷിക്കുന്നുണ്ട്. സൈനിക മേധാവിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. 24 ഡൽഹി. PR നന്ദനം പറയുന്നു, മേ ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് ഷൈൻ ഇൻ യുവർ ഹാർട്ട് ആൻഡ് ലൈറ്റ് യുവർ പാത്ത്, വിഷിംഗ് യു എ സീസൺ ദാറ്റ്സ് മെറി ആൻഡ് ബ്രൈറ്റ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാഷ്മി ബ്രോ എന്ന് പറയുന്നു. അപ്പോൾ ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ അഗൈൻ, അല്ല ഹാപ്പി ക്രിസ്മസ് അഗൈൻ. ഹാപ്പി ന്യൂ ഇയർ അധികം സമയം ഇല്ല ഇനിയും. നേരത്തെ വേറൊരു പ്രേക്ഷകൻ എനിക്ക് വാട്സപ്പിൽ അയച്ചത് എന്താണ്, ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ്. അത് നല്ല രസമുള്ള സാധനമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ക്രിസ്തു ജനിക്കട്ടെ. അപ്പോൾ ഓക്കെ. ഹാഷ്മി കൊഞ്ചു ബിരിയാണി കൊണ്ട് വരുന്നു ചോദിക്കുന്നുണ്ട് അൻവർ. കൊഞ്ചു ബിരിയാണി എല്ലാവർക്കും വരുന്നു പിടിക്കുമോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉറപ്പിച്ചു. KB ഗണേഷ് കുമാർ ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖവും കൈകാര്യം ചെയ്യും. ഗവർണർ കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം സത്യപ്രതിജ്ഞയുടെ സമയം തീരുമാനിക്കുകയും ചെയ്യും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പുനഃസംഘടന തലവേദനകളൊന്നുമില്ലാതെ പൂർത്തിയാക്കി എന്നുള്ളതാണ് LDFന്റെ ആശ്വാസം. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട പാർട്ടികൾക്ക് മറ്റൊരു രീതിയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കും. ഒരു എതിരഭിപ്രായവുമില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കിയത് മുന്നണിക്ക് ആത്മവിശ്വാസം പകരും. നേരത്തെ AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. മന്ത്രിയാക്കണമെന്ന കോവൂർ കുഞ്ഞുമോന്റെ ആവശ്യവും പരിഗണിച്ചില്ല. പകരം ഉചിതമായ മറ്റു പരിഗണനകൾ നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അഹമ്മദ് ദേവരകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പാകും കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിക്കുക. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് പകരം ദേവസ്വം വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകാമെന്ന് നേരത്തെ CPIMൽ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ അത് തൽക്കാലം വേണ്ടെന്നാണ് CPIM തീരുമാനം. വകുപ്പ് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോഴും കടന്നപ്പള്ളിയുടെ നിലപാട്. ഈ വകുപ്പ് നൽകുന്നതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വകുപ്പ് ആർക്ക് ഏത് വകുപ്പ് നൽകണമെന്നത് ഇപ്പോഴും ഞാൻ ഇതിനെ സംബന്ധിച്ച് ഏതാണ് വകുപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ പിന്നെ വകുപ്പ് ഏതായിരുന്നാലും വകുപ്പിനോട് നീതി പുലർത്തുക, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കും മാർഗങ്ങൾക്കും വിധേയമായി ആ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് ലഭിക്കും. രണ്ടുപേരും നേരത്തെയും ഇതേ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവരാണ്. ഗവർണർ കേരളത്തിലെത്തിയ ശേഷം മന്ത്രിമാരുടെ രാജിക്കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറും. ബഹിഷ്കരണത്തിനൊപ്പം പ്രതിഷേധ പരിപാടികൾ കൂടി സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. മധു എന്നൊരാൾ പറയുകയാണ്, ഹാഷ്മി എന്ന CPM വിരുദ്ധന്റെ പ്രൈം ടൈം ന്യൂസിൽ CPM പ്രധാനി പങ്കെടുക്കരുത് എന്ന് മധുചേട്ടൻ പറയുകയാണ്. മധുചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ SFIയുടെ സമരത്തിന് ഗവർണർ കരിങ്കുടിക്ക് SFI കാലിക്കറ്റ് നടത്തിയ സമരത്തിൻ്റെ ചർച്ച എടുത്ത് നോക്കണം. അതിന് മുൻപ് ഗവർണർ സർക്കാർ പോരിൽ ഞാൻ നടത്തിയ ചർച്ച എടുക്കുന്ന സ്റ്റാൻഡ് ഏതാണെന്ന് എടുത്ത് നോക്കണം. അല്ലെങ്കിൽ അതിന് മുമ്പോട്ട് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ CPM പ്രവർത്തകർ കൊലയപ്പെടുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് ചർച്ച എന്താണ് എന്നൊക്കെ നോക്കണം. വെറുതെ ഒരു വിരുദ്ധം ചാപ്പ അടിക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. എങ്കിൽ കൂടിയും ബോധമുള്ളവർക്ക് മനസ്സിലാകും എന്താണ് വിരുദ്ധത, എന്താണ് വിയോജിപ്പ് എന്നത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. അത് ബോധമുള്ളവർ മനസ്സിലാക്കിയാലും മതി. അപ്പോൾ ഓക്കെ. ഡിയർ ഹാഷ്മി, മെറി ക്രിസ്മസ് പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു പ്രേക്ഷകൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ ശബരിമലയിൽ വരുന്നതാണ്. ഇപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെന്താണ്? പമ്പയിൽ കുളിച്ച് കയറിയവർ തിരിച്ചിറങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആളുകൾ സ്റ്റേ ചെയ്യുന്നു. ആ സന്ദേശം ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കാണുന്നില്ലത്. എങ്കിലും അവിടെ കയറുന്ന ആളുകൾ
അത് കഴിഞ്ഞാൽ ദർശനം കഴിഞ്ഞാൽ തിരിച്ചിറങ്ങണം. കാര്യം കൂടുതൽ ആളുകൾ അവിടെ ദർശനത്തിന് കാത്ത് അക്ഷമയോടെ നിൽക്കുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവണമെന്ന് പറയുകയായിരുന്നു. അതും ശരിയാണെന്ന് തോന്നുന്നു. ശമ്പളം കൊടുത്തു തീർത്ത ചാരിതാർത്ഥ്യത്തോടെയാണ് രാജിവെക്കുന്നതെന്ന് ആന്റണി രാജുവിന്റെ പ്രതികരണം തള്ളി KSRTCയിലെ തൊഴിലാളി യൂണിയനുകൾ. ശമ്പളം കൊടുക്കാതെ തൊഴിലാളികളെ ഇങ്ങനെ പീഡിപ്പിച്ച മറ്റൊരു സർക്കാർ ഇല്ല എന്ന് TDF-ഉം മന്ത്രി നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണെന്ന് BMS-ഉം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ പ്രതിപക്ഷമാണെന്ന് തുറന്നു പറച്ചിലുമായി അഹമ്മദ് ദേവർകോവിലും രംഗത്തെത്തി. 1 രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ആന്റണി രാജുവിന്റെ ഈ പ്രസ്താവനയാണ് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളെ ചൊടിപ്പിച്ചത്. നവംബർ മാസത്തെ ശമ്പളമാണ് ഡിസംബർ 24 നൽകിയതെന്നും അതിലെന്തിനാണ് ഇത്ര ചാരിതാർത്ഥ്യമെന്നും TDF-ന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ AK ശശീന്ദ്രന്റെ കാലത്തും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടേ ഇല്ല. നവംബർ മാസത്തെ ശമ്പളമാണ് ഡിസംബർ മാസം 23-ാം തീയതി കൊടുക്കുന്നത്. അതായത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചാരിതാർത്ഥ്യം മന്ത്രിക്ക് അവകാശപ്പെടാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ലെന്നും DA കുടിശ്ശികയുണ്ടെന്നും വസ്തുതകൾ മറച്ചുവെച്ച മന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ലെന്നും BMS. ഇവിടെ NPS-ന്റെ പണം അടച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ട്, പെൻഷൻ 2021 ശേഷം പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് 1 രൂപയുടെ ആനുകൂല്യം നൽകിയിട്ടില്ല. DA കുടിശ്ശികയുണ്ട്. 1.5 വർഷമായി 16 ഡ്യൂട്ടി ചെയ്ത ആളുകളുടെ ശമ്പളം പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാണ് ബഹുമാന്യായ മന്ത്രി പടിയിറങ്ങുന്നതെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതേസമയം അഹമ്മദ് ദേവർകോവിൽ വിവാദങ്ങളെക്കുറിച്ചാണ് മനസ്സ് തുറന്നത്. വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ പ്രതിപക്ഷമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളികളുടെ വൈകാരികതയെ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തുവെന്നും കുറ്റപ്പെടുത്തൽ. നമുക്കറിയാം, ഇടക്കാലത്ത് അവിടെ ഉയർന്നു വന്ന സമരം, ആ സമരത്തിൻ്റെ പിന്നിലായിരുന്നു പരിശോധിച്ചപ്പം അവിടെ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ നിഴൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് പരസ്യമാക്കി പറഞ്ഞ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കണ്ട എന്ന നിലക്ക് അന്നത് പരസ്യമായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ വിഴിഞ്ഞത്ത് ഇപ്പോൾ പോർട്ട് വരരുത് എന്നാഗ്രഹിച്ച ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കുടിലമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുവെന്നും അഹമ്മദ് ദേവർകോവിൽ വിമർശിച്ചു. 24 തിരുവനന്തപുരം. മനുകൃഷ്ണൻ ചോദിക്കുകയാണ്, വിനീത വിജിക്കെതിരെ സൈബർ ആക്രമണം കൂടുന്നുണ്ടോ ആഷ്മി എന്ന് ചോദിക്കുന്നു മനു എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ചർച്ചയിൽ അന്ന് വന്ന CPM-ന്റെ നേതാവാണ്. ഈ CDR എന്നൊക്കെ പറഞ്ഞിട്ട് വിനീതയുടെ നമ്പർ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇട്ടത്. എന്നിട്ട് ഇപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ടുണ്ട്, വിനീതയുടെ നമ്പർ മാത്രം ഒന്ന് മാറ്റി. പക്ഷേ അപ്പോഴേക്കും ഈ പോരാളി, നമ്മളെ വിളിക്കുന്ന പോരാളി ഷാജിമാർ ഗ്രൂപ്പിലൊക്കെ എന്തായാലും വിനീതയുടെ നമ്പർ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം വിനീതയ്ക്ക് എതിരെയാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് KS അരുൺകുമാർ തന്നെ ഇപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്നോ ബ്യൂറോ ചീഫിന് കൊടുത്ത ഒരു പോലീസിന് ഇണ്ടാസ് എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കേസ് എടുത്തതിൻ്റെ കൂട്ടത്തിലെടുത്ത് കൊടുത്തൊരു ഇണ്ടാസ് അതുപോലെ ഫേസ്ബുക്ക് ഇട്ടുണ്ട്. അപ്പോൾ അതിനകത്തപ്പം എന്താണ് വിനീതയുടെ അഡ്രസ്സ് അടക്കമുണ്ട്. അപ്പോൾ കൊടുക്കുന്ന സന്ദേശം വീട്ടിലെ അഡ്രസ്സ് അടക്കമുണ്ട്, വേണമെങ്കിൽ പോയി ചെയ്യാവുന്ന ചെയ്തോ എന്നുള്ള പരോക്ഷ ആഹ്വാനമാണോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ നടത്തുന്നത് അറിയില്ല. ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് അഡ്വക്കേറ്റ് KS അരുൺകുമാറും ആ പാർട്ടിയും ആലോചിക്കട്ടെ. വയനാട് സുൽത്താൻ ബത്തേരി CCയിൽ ഇന്നലെയും കടുവ ഇറങ്ങി. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ച് കൊന്നിരുന്നു. വനംവകുപ്പിന്റെ ക്യാമറയിലും കടുവ പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് തുടർ നടപടികൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുത്തൊഴുത്തിലെത്തിയ കടുവ പശുക്കിടാവിനെ കൊന്ന് പാതി ഭക്ഷിച്ചിരുന്നു. ഇതിനു പിന്നാലെ തൊഴുത്തിൽ ക്യാമറ സ്ഥാപിച്ചു. ഈ ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വനം വകുപ്പിന്റെ ക്യാമറ ട്രാപ്പിലും കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ അനുമതി തേടി സൗത്ത് വയനാട് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് നൽകി. മേഖലയിൽ കടുവ സാന്നിധ്യം തുടർച്ചയായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ക്ഷീരകർഷകനായ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് CC എന്ന പ്രദേശം. 24 വയനാട്. അപ്പോൾ വാഗേരിയിലെ ഒരു കടുവ കൂട്ടിലായാൽ അടുത്ത കടുവ ഇറങ്ങും എന്ന മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊന്നും ഒരുപക്ഷെ നമ്മൾ കേരളത്തിലെ ജീവിതങ്ങൾക്ക് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഈ പറയുന്ന വനം വന്യജീവി മേഖലയിലെ വന്യജീവി സംഘർഷങ്ങൾ ഏറ്റുമുട്ടൽ പക്ഷേ നേരിട്ട് മനസ്സിലാവണമെന്നില്ല, മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ വടക്കൻ കേരളങ്ങളിലോ ഒക്കെ. പക്ഷേ അത് വലിയൊരു ജനതയാണ്. ആ ജനതയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമിതി വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക്. ക്രിസ്മസ് ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. നവകേരള സദസ്സിന്റെ മറവിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ആരോപിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേ ബോർഡിൽ നിന്ന് ഡിവിഷണൽ റെയിൽവേ ആസ്ഥാനങ്ങളിലേക്ക് അയച്ച കത്തും സിൽവർ ലൈൻ വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവുമാണ് സമരം വീണ്ടും തുടങ്ങാൻ കാരണം. കേരളയിലുമായി മുന്നോട്ട് പോകുന്നവരുടെ ലക്ഷ്യം കമ്മീഷനാണെന്നും നവകേരള സദസ്സിന്റെ മറവിൽ പദ്ധതി നടപ്പാക്കാനാണ് നീക്കമെന്നും ഉദ്ഘാടനം ചെയ്ത VM സുധീരൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി കുറച്ച് മെമ്മോറണ്ടം കിട്ടിയെന്ന് പറയുന്നത് ഈ നവകേരള സദസ്സ് എന്ന ഒരു കെയർ ഓഫിൽ
ഇതും കൂടെ കേരളയിൽ കൂടെ അതിനോടൊപ്പം കൂട്ടുക. ഒന്നാമത് നവകേരള സദസ്സ് തന്നെ പൊളിഞ്ഞു പാളീസായൊരു സംഗതി. അതിന്റെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ തരം പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഗതികേട്, ഏറ്റവും വലിയ കഷ്ടകാലം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. സമ്മർദ്ദത്തിലൂടെ കേരളത്തിലെ ഇന്ത്യൻ റെയിൽ ലൈൻ കടന്നുപോകുന്ന 105 ഹെക്ടർ ഭൂമി കൈക്കലാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് സമിതി ആരോപിച്ചു. പദ്ധതിയുടെ പേരിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ക്രയവിക്രയ സാധ്യതകൾ മരവിപ്പിച്ചിരിക്കുന്നു. വിവാഹം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം എന്നിവയ്ക്ക് ഭൂമി വിൽക്കുവാനോ കടമെടുക്കാനോ സാധിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പദ്ധതി വീണ്ടും കൊണ്ടുവരാനുള്ള അണിയറ നീക്കങ്ങൾ തുടരുകയാണെന്നാണ് സമിതിയുടെ ആരോപണം. 24 തിരുവനന്തപുരം. ചന്ദ്രൻ നീലകണ്ഠം പറയുകയാണ്, ചാലക്കുടിയിൽ ITI ഇലക്ഷന് ശേഷമാണ് എല്ലാ സംഭവ വികാസങ്ങളും. ITI ഇലക്ഷൻ റിസൾട്ട് ഒന്ന് അവലോകനം ചെയ്യാം. എനിക്ക് മൊത്തത്തിൽ മനസ്സിലായില്ല എന്താ സംഭവം. നമ്മുടെ അവിടുത്തെ SFIയുടെ പ്രതിഷേധവും ജീപ്പത്തികളൊക്കെയാണോ? അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. എന്തായാലും ചാലക്കുടി മറ്റൊരു വാർത്തയുള്ളത്, ചാലക്കുടിയിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. ചാലക്കുടി മേലൂരിലും കാടുകുറ്റിയിലുമായി അപകടമുണ്ടായി. കാടുകുറ്റി സ്വദേശി മെൽവിൻ, ഉറുമ്പൻകുന്ന് സ്വദേശി ബിനു എന്നിവരാണ് അപകടങ്ങളിൽ മരിച്ചത്. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് അർദ്ധരാത്രി മടങ്ങി വരുന്നതിനിടയിലാണ് മെൽവിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മെൽവിനെ ചാലക്കുടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉത്സവം കഴിഞ്ഞ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ഉറുമ്പൻകുന്ന് സ്വദേശി ബിനുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം. പുഷ്പഗിരി നായ്മേലി തോടിന് സമീപത്തെ കൊടുംവളവിൽ വെച്ച് നിയന്ത്രണം വിട്ട വാഹനം വയലിലേക്ക് വീഴുകയായിരുന്നു. പുലർച്ചെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. 24 തൃശൂർ. തൃശൂർ പൂര പ്രതിസന്ധിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തീരുമാനിക്കുകയാണ്. മന്ത്രിമാർ ഇന്നലെ വിളിച്ച യോഗത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. ജനുവരി 4 ഹൈക്കോടതി കേസ് പരിഗണിക്കുക. തൃശൂർ പൂരം എക്സിബിഷന് വേണ്ടി 2 കോടിയിലധികം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വാടകയായി ആവശ്യപ്പെടുന്നത്. വാടക സംബന്ധിച്ച തർക്കം ചർച്ച ചെയ്യാൻ ഇന്നലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെയും റവന്യൂ മന്ത്രി കെ രാജന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ആവശ്യങ്ങൾ കേട്ടതല്ലാതെ ഒരു തീരുമാനവും യോഗത്തിലുണ്ടായില്ല. സർക്കാർ വരുന്ന 4 ഹൈക്കോടതിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് മന്ത്രിമാർ യോഗത്തെ അറിയിച്ചത്. എന്നാൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഏപ്രിലിൽ നടക്കുന്ന പൂരത്തിന് മുൻപ് തന്നെ പ്രദർശനം തുടങ്ങുന്നതാണ് പതിവ്. വാടക അനിശ്ചിതത്വം തുടരുന്നത് പൂരപ്രേമികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. 24 തൃശൂർ. അപ്പോൾ അതാണ് പൂരം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. ഒരുപാട് പേർ പങ്കെടുക്കുന്നതാണ്, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷമാണ്. അപ്പോൾ അതിലേതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർക്കായിട്ട് ഇപ്പോൾ തറവാട കാര്യത്തിൽ കോടതി വിധിയാണ് വർഷമായി പറയുന്നത്. ഏത് രീതിയിലാണ് അത് പരിഹരിക്കാൻ കഴിയാൻ നോക്കട്ടെ. മന്ത്രി കെ രാജൻ ഇന്നലെ ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായോ അല്ലെങ്കിൽ അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ കൂടിയും പൂരം ഗംഭീരമാകും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. കെ രാജനും മുൻ മന്ത്രി VS സുനിൽകുമാറും ഒക്കെ TN പ്രതാപനൊക്കെ അവിടുത്തുകാരാണ്. അവർ എന്തായാലും ഉറപ്പായും അക്കാര്യത്തൊക്കെ ഇടപെടും എന്ന് കരുതുകയും ചെയ്യാം. മലപ്പുറം പൊന്നാനി കോളിലെ നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്നു. 60 മീറ്റർ ബണ്ട് ഒലിച്ചുപോയി. സമഗ്ര കോൾ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ബണ്ടാണ് തകർന്നത്. 40 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, എങ്ങനെയാണ് ബണ്ട് ഒലിച്ചു പോകാനുള്ള കാരണം? ഹാഷ്മി, ബണ്ടിന് ഏറ്റവും താഴെ ഉണ്ടായിരുന്ന മണ്ണ് ഒലിച്ചിറങ്ങുകയും തുടർന്ന് ഇത് ബണ്ട് തകരാൻ കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ ബണ്ട് തകർന്നതോട് കൂടി പ്രദേശത്തെ 200 ഹെക്ടറോളം വരുന്ന പാടശേഖരം പൂർണ്ണമായും ഇവിടെ ഉണ്ടായിരുന്ന കൃഷിയെല്ലാം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 60 മീറ്ററോളം ഉയർച്ചയിലുണ്ടായിരുന്ന ബണ്ടാണ് ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത്. 5 മാസം മുന്നെയാണ് ഈ ഒരു ബണ്ട് ഏതാണ്ട് 2 കോടിയിലധികം രൂപ ചിലവഴിച്ച് ഈ ഒരു ബണ്ട് നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കർഷകരോട് നിരന്തര പരാതിയെ തുടർന്നായിരുന്നു ഈ ബണ്ട് നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 5 മാസം പൂർത്തിയ ഘട്ടത്തിൽ തന്നെ ബണ്ട് തകരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോൺ അടക്കമുള്ളവ എടുത്തുകൊണ്ട് ഈ കൃഷി ഇറക്കിയ പല കർഷകരും ഇതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉടൻ തന്നെ അധികൃതർ അടിയന്തര ഇടപെടണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. ഹാഷ്മി. ഓക്കെ, സമീറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് സന്തോഷം പങ്കിടാൻ ഇത്തവണയും വൈദികർ കടത്തി. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ക്രിസ്മസ് സമ്മാനം കൈമാറിയാണ് വൈദിക സംഘം പാണക്കാട് നിന്ന് മടങ്ങിയത്. മലപ്പുറം സെന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പേൽ, കൊണ്ടോട്ടി സെന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുക്കണ്ടത്തിൽ, ഫാദർ തോമസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് മധുരവുമായി
പതിവ് തെറ്റിക്കാതെ പാണക്കാടെത്തിയത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതലേ ക്രിസ്മസിന് ഇവർ സമ്മാനവുമായി എത്താറുണ്ട്. ആചാരങ്ങൾ വ്യത്യസ്തമെങ്കിലും സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എല്ലാ ക്രിസ്മസിനും നമ്മുടെ മലപ്പുറം ചർച്ചിലെ അച്ഛനും വരും. തൊട്ടപ്പുറത്തുള്ള ഊരകത്തെയും കൊണ്ടോട്ടിയിലെയൊക്കെ അച്ഛന്മാർ ഇവിടെ വന്നു. അത് ജ്യേഷ്ഠൻ ശിഹാബ് തങ്ങളുള്ള കാലത്തുള്ള ഒരു പതിവാണ്. ക്രിസ്മസ് ദിനത്തിൽ അതിനെ തലേന്നോ വന്നിട്ട് സൗഹൃദം പങ്കിടുക എന്നുള്ളത്. ഇവിടെ പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും സൗഹൃദം പങ്കിടാൻ വേണ്ടി ഈ വേളയിൽ അവിടുത്തെ ഫാദേഴ്സൊക്കെ വരാറുണ്ട്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുകയാണ് ഈ കൂട്ടായ്മയെന്ന് ഫാദർ മാത്യു നിരപ്പിൽ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ക്രിസ്മസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, മതസൗഹാർദ്ദ കൂട്ടായ്മകൾ എപ്പോഴും സ്നേഹത്തിന് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്. 24 മലപ്പുറം. അപ്പോൾ അങ്ങനെ ആ സ്നേഹം തുടരട്ടെ. ഈ പറയുന്ന സൗഹാർദ്ദം, സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നമുക്ക് കൂടുതൽ ഊട്ടിയുറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എബ്രഹാം ജോസഫ് പറയുന്നു, കട്ടപ്പന മുതൽ മുണ്ടക്കയം വരെ റോഡിൽ ബ്ലോക്ക് ഉണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? അറിയാമെന്ന് പറയണേ. കട്ടപ്പന മുതൽ മുണ്ടക്കയം വരെ റോഡിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് പറയണേ. പവിത്രൻ പാതിരപ്പറ്റ ഹാഷ്മി, മഴ മറക്കല്ലേ. എനിക്ക് തോന്നുന്നു കാലാവസ്ഥ മുന്നറിയിപ്പാണ് പവിത്രൻ ചേട്ടന് വേണ്ടതെന്ന് തോന്നുന്നു. നിതിൻ കണ്ണം പറയുന്നു, സേവ് CPO ലിസ്റ്റ് കാലാവധി 3 മാസം കൂടിയേ ഉള്ളൂ എന്ന് പറയുന്നു. അത് 1-2 പ്രേക്ഷകർ പിന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ക്രിസ്മസ് രാവിലെ ഒരുങ്ങി അമേരിക്കൻ ഐക്യനാടുകൾ. പാതിരാ കുർബാനയ്ക്കായി വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് ഒഴുകുകയാണ്. സജീവമായിരുന്നു ഇത്തവണയും ക്രിസ്മസ് വിപണി. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള വിനോദയാത്രയാണെങ്കിൽ അമേരിക്കക്കാർക്ക് പണം ഒരു പ്രശ്നമല്ല. ഈ വർഷം 115 മില്യൺ ആളുകൾ കുറഞ്ഞത് 50 മൈൽ ദൂരമെങ്കിലും ഈ ക്രിസ്മസ് അവധിക്കാലത്ത് യാത്ര ചെയ്തിരിക്കും. യാത്രക്കാരുടെ കൂട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കുടുംബവും ഉണ്ടാകും. പ്രസിഡന്റുമാരുടെ അവധിക്കാല വസതിയായ ക്യാമ്പ് ഡേവിഡിലേക്കായിരിക്കും ആ യാത്ര. യാത്രക്കാരിൽ 7.5 മില്യൺ പേർ ആകാശമാർഗമായിരിക്കും സഞ്ചരിക്കുക. വോട്ടവകാശമുള്ള 10-ൽ 9 പേരും ക്രിസ്മസ് ആഘോഷിച്ചിരിക്കും. %60 പേർ ദേവാലയങ്ങളിലെ ക്രിസ്മസ് ചടങ്ങുകളിൽ പങ്കെടുക്കും. ക്രിസ്മസിന് കച്ചവടവും പൊടിപൊടിക്കും. ശനിയാഴ്ച മാത്രം 142 മില്യൺ ആൾക്കാരാണ് ക്രിസ്മസ് വിപണിയിലെത്തിയത്. 24-ഉം ഫ്ലവേഴ്സും ഉൾപ്പെടെ ടെലിവിഷന്റെ മുമ്പിലും പ്രേക്ഷക ലക്ഷങ്ങൾ എത്തും. ഒപ്പം പരസ്യ വരുമാനത്തിലൂടെ ഈ വർഷം റെക്കോർഡ് തകർക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. $364 ബില്യൺ. ക്രിസ്മസ് രാവിനായി അമേരിക്കൻ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. വെറുതെ ക്രിസ്മസ് എന്ന് റിപ്പോർട്ട് 24 തന്നെ പറയുന്നു, മലയാളി ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. അതിപ്പോൾ അങ്ങനെയല്ലേ, ഇപ്പോൾ കാണാൻ പറ്റും ഓണം എന്നുള്ള പഴഞ്ചൊല്ല് പണ്ടേ ഏറ്റവും മനോഹരമായി നടപ്പാക്കുന്ന മലയാളികളാണ്. ഇനി ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ക്രിസ്മസോ ആഘോഷവേളകൾ അറുമാദിക്കാതെ അതിനോട് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഓക്കെ, കുറേ അധികം പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ട്. ക്രിസ്മസ് അല്ലേ, എല്ലാം വായിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വായിക്കാത്തത്. ബിസ്മി പറയുന്നു, ഹാഷ്മി ബ്രോ ഹാപ്പി ക്രിസ്മസ്. ഗോപകുമാർ ഹാഷ്മിയിലേക്ക് ഒരു ന്യൂസ് റീഡിങ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സഭാപ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, അവരുടെ വാക്കുകൾ. അതിലെല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്തു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്.
ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. അതിനെ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് താങ്കൾ കാണുന്നത്? ഇതിക്ക് മുൻപ് നമ്മൾ ഇവിടെയുള്ള ഡൽഹിയിലെ പിതാക്കന്മാർ പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട് ഇതുപോലുള്ളൊരു സംരംഭം നടത്തുക. അതിൽ നമ്മൾ പൊതുവെ വളരെ സന്തുഷ്ടരാണ്. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് നേരത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ആ വിഷയം പരാമർശിച്ചില്ല. ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ചപ്പം അത് 2024 മധ്യത്തിലോ 2025 തുടക്കത്തിലോ മാർപ്പാപ്പ കേരളത്തിൽ വരുമെന്ന് അദ്ദേഹം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ച വഴിയിൽ അത് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണെങ്കിലേ പൊതുവായിട്ടുള്ള വളരെ കോടിയലായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയുമായിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ സഭാവിഭാഗങ്ങളിലും പെട്ട പിതാക്കന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. മലയാളികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങൾ സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചവരുന്നുണ്ടായിരുന്നു. കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കായിരുന്നു ക്ഷണം. ആ ക്ഷണത്തിൽ പങ്കെടുത്തവരാണിപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങി വന്ന് സംസാരിച്ചത്. പറയുകയായിരുന്നു, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. ഒരു സ്നേഹവിരുന്ന് എന്നുള്ളത് മാത്രമാണ്. അഞ്ജു ബോബി ജോർജ് ഇപ്പോൾ സംസാരിക്കണം. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നറിയില്ല. എന്തായാലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. ഒരു സ്നേഹ സന്ദേശം നൽകൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രിയുടെ വിരുന്നിന്റെ ഉദ്ദേശം. പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എക്സ്ട്രീംലി ഹാപ്പി ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ. അതൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആയിരുന്നു. പക്ഷേ the way how he is communicating with everybody, how he is communicated with the Christian community is something great. And Merry Christmas to everyone. ഇല്ല, എനിക്കൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഞാൻ നമ്മുടെ സ്പോർട്സിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സാർ ചെയ്തു തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്മസ് ഡേയിൽ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ലഞ്ചിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ അഞ്ജു ബോബി ജോർജ് അടക്കമുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. സഭാധ്യക്ഷന്മാരുടെ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ആർ രാധാകൃഷ്ണൻ, ആർക്കെ ഇത് ക്രൈസ്തവ സഭകളുമായി അടുക്കുക എന്ന BJPയുടെ ദീർഘനാളത്തെ പ്രൊജക്ടിന്റെ ഭാഗമായി തന്നെ ആ വിരുന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കും. ഇതൊരു പ്രത്യേക ഒരു ഇൻവിറ്റേഷനായിട്ട് എനിക്ക് കിട്ടി. വളരെ നന്നായി പ്രോഗ്രാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്. അത് വളരെ വലിയൊരു അതിശയവും ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വളരെ പ്രോഗ്രാം നന്നായിരുന്നു. ഇദ്ദേഹം രാവും പകലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി.
ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ കൈമാറി. ഇതൊക്കെയാണ് പറയാനുള്ളത്. അത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നത്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം വളരെ പ്രസരിപ്പോട് കൂടിയിട്ടാണ് ഇന്ന് കാലത്ത് കണ്ടത്. നന്നായി. താങ്ക് യു. ജോയി ആലുക്കാസ് അടക്കമുള്ള വ്യവസായ പ്രമുഖർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചവരുന്നു. കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്ക് ഒപ്പം വ്യവസായ പ്രമുഖരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അഞ്ജു ബോബി ജോർജ് അടക്കമുള്ള ഉള്ളവരും അതിലുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ ഇപ്പോൾ ക്രൈസ്തവ സഭകളുമായി അടുക്കുക എന്നുള്ളത് BJPയുടെ നേരത്തെയുള്ള പ്രൊജക്റ്റാണ്. രാഷ്ട്രീയ സംസ്ഥാനങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാലും ആ പ്രൊജക്റ്റിൻ്റെ തുടർച്ച എന്ന് തന്നെയല്ലേ കരുതേണ്ടത് ഉച്ചവിരുന്നിനെ? തീർച്ചയായിട്ടും ആണ് ഹാഷ്മി. കാരണം ഇതൊരു നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം ഉള്ള ആ ഒരു സാഹചര്യം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് BJPക്ക് രാഷ്ട്രീയമായിട്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഉണ്ടായ മുറിവ് അത് ഉണക്കുക എന്ന ഒരു നയതന്ത്രം BJPയുടെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ നാളുകളിൽ പയറ്റുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. അതിന് കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും, ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ന്യൂനപക്ഷ മേഖലകളിൽ ഇത് കാരണമാകും എന്ന വിലയിരുത്തൽ പാർട്ടി നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അഥവാ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം BJP നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധത്തിൽ ഒരു വിരുന്ന് ക്രിസ്മസ് ദിനത്തിൽ തന്നെ വിളിച്ചത്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം BJPക്ക് സാധ്യമാകുന്ന വിധത്തിലേക്ക് പിന്തുണ ആർജിക്കുക എന്നതാണ് ഈ വിരുന്നിന്റെ ഒരു പൊതുവിലുള്ള ഒരു താല്പര്യം എന്നും നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ളവരാണ്, മലയാളികളാണ് എന്നതും ഈ വിരുന്നിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത BJP പ്രവർത്തകൻ എന്ന് പറയാവുന്നത് ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ സെല്ലിന്റെ ദേശീയ തലത്തിലുള്ള ചുമതലയുള്ള ജോജോ ജോസ് അടക്കമുള്ള ആളുകൾ, ഒപ്പം ടോം വടക്കനെ പോലെയുള്ള ആളുകൾ, ഒപ്പം അനിൽ ആന്റണിയെ പോലെയുള്ള ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയക്കാർ എന്ന് പറയാവുന്ന വിധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ നിന്നുള്ളവർ, വ്യവസായ മേഖലയിൽ നിന്നുള്ള ജോയി ആലുക്കാസിനെ പോലെയുള്ളത്, കായിക മേഖലയിൽ നിന്നുള്ള അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ള ആളുകൾ പങ്കെടുത്തു. ഒപ്പം എല്ലാ സഭകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചത് എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നും BJP കരുതുന്നതും പ്രധാനമന്ത്രി വിശ്വസിക്കുന്നതും ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള ഒരു വിശ്വാസമില്ലായ്മ അത് മാറ്റിയെടുക്കുക എന്ന ഇതിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഈ ക്രിസ്മസ് ദിവസത്തിലെ നയതന്ത്രത്തെ അഥവാ വിരുന്നിനെ നമുക്ക് പരിഗണിക്കേണ്ടത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ ഈ വിധത്തിൽ നടത്താനായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി 2-ാം തീയതി തൃശ്ശൂരിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. അവിടെ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ പോലെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വരുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഇടത്തേക്ക് വരുമ്പോൾ അവിടെയും ഇതിന് സമാനമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാകും ദേശീയ നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആർക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്? നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ക്രിസ്മസ് നയന്ത്രം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള നയന്ത്രം. അതിനിടയിലാണ് മണിപ്പൂർ കലാപവും ഒരുപാട് ക്രൈസ്തവ പള്ളികൾക്കൊക്കെ കേടുപാട് അല്ലെങ്കിൽ തകർക്കലൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് അതിന് ഹോൾട്ട് വന്നതാണ്. വീണ്ടും അത് സജീവമാക്കുന്നു BJP. അത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് കമന്റിലൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകളുമായി പാലവിടുക എന്ന ഉദ്ദേശം അവർ രഹസ്യമായി ചെയ്യുന്നതല്ല, പരസ്യമായി തന്നെ പറഞ്ഞു ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് മോൻസി വർഗീസ് ചോദിക്കുന്നു, Merry Christmas to Ashmi and all 24 team. Ashmi, did you ever attend Charlotte Carroll in Pandalam College ground? I am missing all now. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ക്രിസ്മസ് ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചതെന്ന് കുറേ അധികം പേർ പറയുന്നുണ്ട്. നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് ബിരിയാണിയാണ്, നമ്മൾ അല്പസമയം കഴിഞ്ഞപ്പോൾ കഴിക്കും. ലിജിൻ മാത്യു പറയുന്ന ഹാഷ്മി 24 മെറി ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഫ്രം ടൊളോസ്, ഫ്രാൻസിലെ ടൊളോസിൽ നിന്ന് ലിജിൻ മാത്യു. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ കേൾക്കുന്ന, നമ്മളൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയാശംസകൾ നേരുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ക്രിസ്മസ് ആഘോഷത്തിനെത്തിയ യുവാക്കൾ തമ്മിൽ തല്ലി. സംഘർഷത്തിൽ ASIക്ക് അടക്കം പരിക്കേറ്റു. 4 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷത്തിനെത്തിയ യുവാക്കളാണ് പുലർച്ചെ 1 മണിയോടെ ഏറ്റുമുട്ടിയത്. സംഘർഷാവസ്ഥ അറിഞ്ഞെത്തിയ ASIക്കുൾപ്പെടെ പരിക്കേറ്റു. അക്രമികളെ പിടിച്ചുമാറ്റുന്നതിനിടെയാണ് പോലീസിന് നേരെ ആക്രമണം. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
സംഘത്തിലെ മറ്റുള്ളവർക്കായി മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർച്ചയായി സംഘർഷമുണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് മാനവീയം വീതിയിൽ നേരത്തെ നിയന്ത്രണം കടുപ്പിച്ചിരുന്നു. നൈറ്റ് ലൈഫ് പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നിയന്ത്രണങ്ങളിൽ പിന്നീട് ഇളവ് വരുത്തി. എന്നാൽ സംഘർഷം വീണ്ടും പതിവായതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. പെട്ടെന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്ന് കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. സ്പെഷ്യൽ സിറ്റിംഗുമായി ഹൈക്കോടതി വീണ്ടും ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര സൗകര്യമൊരുക്കാൻ നിർദ്ദേശം. പാല, കോട്ടയം, പൊൻകുന്നം എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കാര്യത്തിലാണ് നിർദ്ദേശം എന്ന് പറഞ്ഞു. നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് ആ കാര്യം. അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. വേറൊരു പ്രേക്ഷകൻ, ഞാൻ പറയാൻ മറന്നാണ്, വേറൊരു പ്രേക്ഷകൻ പറഞ്ഞു അവിടെ ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ കട്ടപ്പന മുണ്ടക്കയം റൂട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ സ്പെഷ്യൽ സിറ്റിംഗ് ഉണ്ട്. എന്തായാലും അവിടെ അനിയന്ത്രിതമായ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, തീർത്ഥാടകർ ദുരിതപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ, കാര്യങ്ങൾ ശാന്തവും സമാധാനവും നടക്കട്ടെ. വർഷിപ്പതാണ്ട് പറയുന്നു, എല്ലാവർക്കും നന്മയും സ്നേഹവും സമാധാനം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. സ്നേഹത്തിലൂടെ അമരത്വം നേടുക, തിരിച്ചറിവിൻ്റെ പ്രകാശവീഥികൾ തുറക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് ഹാഷ് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇപ്പോൾ നമ്മുടെ 1 മണിക്ക് നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങി 2:30 ആകുമ്പോഴേക്കും ഏതാണ്ട് 46 മിസ് കോൾ കിടപ്പുണ്ട്. പോരാളി ഷാജിമാരൊക്കെ വിളിക്കുന്നുണ്ട്. അത് ക്രിസ്മസ് ആശംസ പറയാൻ വിളിക്കുന്നതല്ല, വേറെ ആശംസ പറയാൻ വിളിക്കുന്ന. അപ്പോൾ വേറെ ആശംസ പറയാൻ വിളിക്കുന്ന പോരാളി ഷാജിമാർക്കും ഈ വ്യാജ വർഗീയ ചാപ്പയും കള്ളക്കഥയും ചമക്കുന്ന PR വ്യാജകുമാരന്മാർക്കും അടക്കം ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു.